കോട്ടയം ജില്ലയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന കല്ലറ ഗ്രാമത്തിന് കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ചുകൊണ്ട് കുറവലങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ഡിസംബർ 1 വരെ തീയതികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വലിയ കലാവിരുന്നിനാണ് കല്ലറ SMV NSS HSS ആതിഥ്യം വഹിക്കുന്നത്. NSS വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ CR വിനോദ് കുമാർ രക്ഷാധികാരിയും കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടങ്ങൾ ചെയർമാനും കുറവലങ്ങാട് AEO ഏലിയാമ്മ മാത്യു ട്രഷററും കല്ലറ SMV NSS HSS പ്രിൻസിപ്പൽ N ബിന്ദു ജനറൽ കൺവീനറും ഹെഡ്മാസ്റ്റർ S നിർമ്മലകുമാരി ജോയിന്റ് കൺവീനറുമായാണ് മത്സര പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ പ്രധാനമായും രചനാ സാഹിത്യ മത്സരങ്ങൾക്കാണ് സ്കൂൾ ആതിഥ്യമരുളിയത്. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച നാട്യ നടന മത്സരങ്ങൾക്കാണ് പ്രധാനമായും മത്സരവേദികൾ ആതിഥ്യമരുളുന്നത്. KR കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയം, സ്കൂൾ ഹാൾ, പുത്തൻപള്ളി പാരിഷ് ഹാൾ, SMV GLP സ്കൂൾ ഹാൾ, വിവിധ ക്ലാസ് റൂമുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നടന നാട്യ ഇനങ്ങൾക്കൊപ്പം സംസ്കൃത ഉത്സവത്തിൽ പദ്യം ചൊല്ലിലും സിദ്ധരൂപോച്ചാരണവും പ്രഭാഷണവും നടക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി ലളിതഗാന മത്സരങ്ങളടക്കം രണ്ടാം ദിനമാണ് നടക്കുന്നത്. മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ, ഗസലാലാപനം എന്നിവയും ഉണ്ടാവും. സമാപന ദിവസമായ ശനിയാഴ്ച നാടോടി നൃത്തം, നാടൻ പാട്ട്, പ്രസംഗം തുടങ്ങിയ മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ശനിയാഴ്ചയാണ് മോണോ ആക്റ്റും ക്രമീകരിച്ചിരിക്കുന്നത്. ാമത് കുറവലങ്ങാട് ഉപജില്ലാ കലോത്സവം നവംബർ 29, 30, ഡിസംബർ 1 എന്നീ തീയതികളിൽ ഇവിടെ നടക്കുന്നു. 28-ാം തീയതി ഇന്നലെ വിളംബര ഘോഷയാത്രയും ഉദ്ഘാടന സമ്മേളനവും നടന്നു. 1-ാം തീയതി സമാപന സമ്മേളനം. അതിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്.